കഥ തുടരുന്നു. അമ്മയ്ക്ക് അക്കാര്യത്തിൽ എന്തോ നിർബന്ധം തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അതിൽ അസാധാരണത്വമൊന്നും അപ്പോൾ തോന്നിയില്ല. പ്രമുഖ വനിതാ വ്യവസായിയായ മാളവിക ദത്തിൻ്റെ മകനാണ് താനെന്നറിയുമ്പോൾ നിമിഷയുടെ ഡാഡി അമ്മയുടെ പണം മോഹിച്ച് എളുപ്പം വിവാഹത്തിന് സമ്മതിക്കുമെന്നായിരുന്നു കാരണം പറഞ്ഞത്. അങ്ങനെ പണം മോഹിച്ച് ആരും തൻ്റെ മകനെ ബന്ധുവാക്കാൻ ശ്രമിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലത്രേ. തനിക്കും അമ്മയുടെ ആ അഭിപ്രായത്തോട് യോജിപ്പായിരുന്നു. അമ്മയുടെ പണം മോഹിച്ച് നിമിഷയുടെ ഡാഡി ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ട. തൻ്റെ മാത്രം മെറിറ്റിൽ ഈ വിവാഹം നടന്നാൽ മതി. എന്നാൽ മാളവിക ദത്തിൻ്റെ മകനാണ് താനെന്ന സത്യം അമ്മ നിമിഷയുടെ ഡാഡിൽ നിന്നും ഒളിക്കാൻ ശ്രമിച്ചതിൻ്റെ കാരണം മറ്റെന്തോ ആണെന്ന് ഇപ്പോൾ തോന്നുന്നു. അമ്മയും ആ മനുഷ്യനും തമ്മിൽ മുൻപരിചയമുണ്ടാവാം. പരിചയമുണ്ടെന്ന് മാത്രമല്ല, അവർ തമ്മിൽ എന്തൊക്കെയോ പൂർവ്വകാല ഇടപാടുകളും കാണും. അതുകൊണ്ടാവും നിമിഷയുടെ ഡാഡി ആരെന്നറിഞ്ഞപ്പോൾ അമ്മ ഈ വിവാഹത്തിൽ താല്പര്യക്കുറവ് പ്രകടമാക്കിയത്. അമ്മയും നിമിഷയുടെ ഡാഡിയായ RC മേനോനും തമ്മിലുള്ള ബന്ധം കേവലമായ പരിചയബന്ധം മാത്രമല്ലെന്നും തോന്നുന്നു. അവർ തമ്മിൽ മുമ്പ് വല്ല പ്രേമബന്ധവും അമ്മ തൻ്റെ അച്ഛൻ്റെ ഭാര്യയായി തീരും മുമ്പേ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കാം അമ്മ നിമിഷയുടെ ഡാഡിക്ക് നൽകിയ താക്കീത്? പഴയ ബന്ധം മക്കൾ അറിയണ്ട എന്നാണോ? അങ്ങനെ എന്തോ ആണ്. ആ മുഖഭാവവും ചുണ്ടുകളുടെ ചലനവും കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ചന്ദ്രശേഖർ സോനുവിനെയും മാളവികയെയും നോക്കി കൈകൂപ്പി. എയർപോർട്ടിൽ എന്നെ റിസീവ് ചെയ്യാൻ എത്തിയതിലും കാറിൽ ഇവിടെ എത്തിച്ചതിലും സോനുവിനോടും മിസ്സസ് മാളവിക ദത്തനോടും എനിക്ക് നന്ദിയുണ്ട്. അടുത്തൊരു ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നതാണ്, സോനുവിൻ്റെയും നിമിഷയുടെയും വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ. സോനു ചന്ദ്രശേഖരെയും അമ്മയെയും മാറി മാറി നോക്കി. RC മേനോൻ്റെ മുഖം കണ്ടാൽ അയാൾക്ക് അമ്മയുമായി എന്തെങ്കിലും മുൻകാല ബന്ധമോ പരിചയം പോലുമോ ഉള്ളതായി തോന്നുകയില്ല. എന്നാൽ അമ്മയുടെ മുഖം വല്ലാതെ കനത്ത് കെട്ടിയാണ് ഇരിക്കുന്നത്. അമ്മയ്ക്ക് ഇയാളുമായി എന്തെങ്കിലും പിണക്കമുണ്ടോ ആവോ? എങ്കിൽ അത് തൻ്റെ അടുത്ത് പറയാവുന്നതല്ലേയുള്ളൂ. ഒരുപക്ഷെ പറയാൻ പറ്റാത്ത വല്ലതുമാണെങ്കിലോ? അയാൾ അമ്മയുടെ പൂർവ്വ കാമുകന് എങ്ങാനും ആണെങ്കിൽ അക്കാര്യം മകനോട് പറയാനാവില്ലല്ലോ. ഒരിക്കൽ അമ്മയെ ഇയാൾ നിഷ്കരണം ഉപേക്ഷിച്ചതാവാം. അതിൻ്റെ വൈരാഗ്യമാവാം. ഇയാൾക്ക് ശേഷമാവോ അച്ഛൻ അമ്മയുടെ ജീവിതത്തിലെത്തിയത്. എന്തൊക്കെയാണ് താൻ സംശയിക്കുന്നത്? സോനുവിന് സ്വയം വെറുപ്പ് തോന്നി. എങ്കിലും റിയർവ്യൂ മീറ്ററിലൂടെ കണ്ട ദൃശ്യം അവന് മറക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ്റെ മനസ്സ് ആകെ കലുഷമായി മാറി. നിമിഷയോട് പോലും ഈർഷ്യ തോന്നി. നിമിഷയുടെ ഡാഡിയുമായി അമ്മയ്ക്ക് താൻ സംശയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നിമിഷയെ പോലും താൻ വെറുത്തു പോയെന്ന് വരാം. സോനു, ഡാഡിക്ക് ഇയാളെ വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇറങ്ങാൻ നേരം നിമിഷ പറഞ്ഞു. നമ്മുടെ വിവാഹം നടന്നതുപോലെ എനിക്ക് തോന്നുന്നു. സോനു മറുപടി ഒന്നും പറഞ്ഞില്ല. കാറിന് പുറത്ത് കടന്നതും നിമിഷ ഡാഡിയുടെ കൈത്തണ്ടയിൽ തൂങ്ങി. കാർ നീങ്ങുമ്പോൾ നിമിഷയും ചന്ദ്രശേഖറും പുഞ്ചിരിയോടെ കൈവീശി. വീട്ടിൽ എത്തും വരെ മാളവികയോ സോനുവോ യാതൊന്നും സംസാരിച്ചില്ല. കാറിൽ നിന്നിറങ്ങി ഹാളിൽ എത്തിയപ്പോൾ സോനു ആകാംക്ഷയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ അദ്ദേഹത്തെ അറിയുമോ? ഏത് ദേഹത്തെ? മാളവിക തമാശ മട്ടിലൊന്ന് ചിരിച്ചു. അമ്മയുടെ ആ തമാശ സോനുവിന് തീരെ ഇഷ്ടമായില്ല. അവന് അല്പം ഈർഷ്യയും തോന്നി. എങ്കിലും അവനത് ഭാവിച്ചില്ല. നിമിഷയുടെ ഡാഡിയെ അറിയുമല്ലോ, മിസ്റ്റർ RC മേനോൻ ഫ്രം ന്യൂയോർക്ക്. എൻ്റെ മകൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഡാഡി എന്ന് പറയാം. സോനുവിൻ്റെ മുഖം കറുത്തു. അതല്ല ഞാൻ ചോദിച്ചത്. അമ്മയ്ക്ക് നിമിഷയുടെ ഡാഡിയെ നേരത്തെ പരിചയമുണ്ടോ എന്നാണ്. മാളവികയിൽ ചെറിയൊരു നടുക്കമുണ്ടായി. അവൾ സംരംഭത്തിൽ സോനുവിനെ നോക്കി. നിങ്ങൾ രണ്ടാളും തമ്മിൽ മുൻപരിചയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതെന്തുകൊണ്ട് അമ്മ എന്നിൽ നിന്നും ഒളിച്ചുവെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടെന്നോ? മാളവിക ചുണ്ടി ഭാവിച്ചു. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? എൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കേണ്ട എന്ന അമ്മ വാശി പിടിച്ചത് അതുകൊണ്ടല്ലേ? ഞാൻ മാളവിക ദത്തൻ്റെ മകനാണെന്ന് അദ്ദേഹം അറിയണ്ട എന്ന വിചാരത്തിൽ ഞാൻ അങ്ങനെ ഒരു നിബന്ധന വച്ചതിൻ്റെ കാരണവും നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? ആ കാരണം ശരിയാണോ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ സംശയം. അങ്ങനെ ഒരു സംശയമുണ്ടാകാനുള്ള കാരണമാണ് എനിക്കറിയേണ്ടത്. കാരണം അമ്മയ്ക്കറിയാമല്ലോ. സോനു അർത്ഥഗർഭമായി അമ്മയെ നോക്കി. മാളവികയിൽ വീണ്ടും നടുക്കമുണ്ടായി. സോനു അത് വ്യക്തമായി കണ്ടു. അതോടെ തൻ്റെ സംശയം ശരിയാണെന്ന് സോനുവിന് തീർച്ചയായി. അമ്മയ്ക്ക് നിമിഷയുടെ ഡാഡിയെ നേരത്തെ തന്നെ അറിയാം. നിമിഷയുമായുള്ള തൻ്റെ ബന്ധത്തെ അമ്മ എതിർക്കാനുള്ള കാരണമോ അതാണ്. എന്നാൽ നിമിഷയുടെ ഡാഡിയുമായുള്ള ആ മുൻപരിചയം അമ്മ തന്നിൽ നിന്ന് ഒളിക്കുന്നത് എന്തിന്? താൻ ഊഹിച്ചതുപോലെ ഒരു മകനോട് പറയാൻ കൊള്ളുന്ന തരം ബന്ധമായിരുന്നില്ലേ അത്? എങ്കിൽ അമ്മയോട് താൻ നിർബന്ധിച്ചിട്ടും കാര്യമില്ല. മറ്റെന്തെങ്കിലും ചാലിലൂടെ അറിയുകയേ നിവൃത്തിയുള്ളൂ. അമ്മയും നിമിഷയുടെ ഡാഡിയുമായുള്ള കൂടിക്കാഴ്ചയും അപ്പോഴത്തെ നിങ്ങളുടെ സംസാര രീതിയുമാണ് എനിക്ക് അങ്ങനെയൊരു സംശയമുണ്ടാകാൻ കാരണം. അമ്മയെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് സോനു അങ്ങനെ പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ വെറുതെ സംശയിച്ചതാവും. സോനു അങ്ങനെ പറഞ്ഞെങ്കിലും മാളവികയ്ക്ക് സമാധാനമുണ്ടായില്ല. താനും ചന്ദ്രശേഖറുമായി കാറിനുള്ളിൽ വെച്ച് സംസാരിച്ചത് സോനു കേട്ടിരിക്കാം.
അല്ലെങ്കിൽ ചന്ദ്രശേഖരുടെ കൈത്തലത്തിൽ താൻ കൈത്തലം അമർത്തിയത് റിയർ വ്യൂ മീറ്ററിലൂടെ അവൻ കണ്ടിരിക്കാം. അപ്പോഴത്തെ ആവേശത്തിൽ അങ്ങനെയൊരു അപകട സാധ്യതയെക്കുറിച്ച് താൻ ഓർത്തില്ല. ചന്ദ്രശേഖരുടെ കാപട്യത്തിൻ്റെ ശിരസിൽ എടുത്ത കൈക്ക് അടിക്കണമെന്ന് തോന്നി ചെയ്തതാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നത്. എന്നിട്ടും എന്തൊരു അഭിനയമാണോ ഡ്രാഗൺ? അതെ, അയാൾക്ക് പറ്റിയ പേര് അതാണ്. ഏതായാലും അയാൾ ആരെന്ന് തൽക്കാലം സോനു അറിയണ്ട, മാളവിക തീരുമാനിച്ചു. അവന് തന്നെപ്പറ്റി തെറ്റിദ്ധാരണ തോന്നിയേക്കാം, സാരമില്ല, ക്രമേണ അത് തിരുത്തിയെടുക്കാം. പക്ഷേ തൻ്റെ സോനു ഒരു കൊലപാതകയാവാൻ പാടില്ല. ആലോചനയിൽ നിന്നും മാളവിക ഉണർന്നപ്പോൾ മുന്നിൽ സോനു ഉണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം സോനു നിമിഷയെ ഫോണിൽ വിളിച്ചു. നിമിഷ, നീ ഇന്ന് ബീച്ചിൽ വരുമോ? എന്തേ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എങ്കിൽ ഞാൻ സോനുവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ പോരെ? സോനുവിൻ്റെ അമ്മയെയും കാണാമല്ലോ. വേണ്ട, അമ്മ അറിയാതെ എനിക്ക് ചിലത് പറയാനുണ്ട്. ഓക്കെ, വണ്ടിയുമായി ഇതുവഴി വന്നാൽ മതി. ഞാൻ ഡാഡിയോട് പെർമിഷൻ വാങ്ങിയിരിക്കാം. പെർമിഷനൊക്കെ ആവശ്യമാണോ? ഡാഡി ഇവിടെ ഉള്ളപ്പോൾ അതില്ലാതെ പറ്റില്ലല്ലോ. ശരി. തീരത്തെ നനഞ്ഞ മണ്ണിലൂടെ മുട്ടിയുരുമി നടക്കുമ്പോഴാണ് സോനു നിമിഷയോട് ചോദിച്ചത്. ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ കാറിൽ വെച്ച് ഒരു സംഭവമുണ്ടായത് നിമിഷ കണ്ടിരുന്നോ? ആ, റിയർ വ്യൂ മിററിലൂടെ കണ്ടതല്ലേ? അതെ. സോനുവിൻ്റെ അമ്മ എൻ്റെ ഡാഡിയുടെ കൈത്തലത്തിൽ കൈത്തലം അമർത്തിക്കൊണ്ട് എന്തോ സ്വകാര്യം പറഞ്ഞത്? അതെ. ഞാൻ അതേപ്പറ്റി സൗകര്യമായി സോനുവിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിമിഷയുടെ ഡാഡിയും എൻ്റെ അമ്മയും തമ്മിൽ എന്തോ മുൻപരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. ഇനി അവരെ ഒന്നിച്ചു കാണുമ്പോൾ വാച്ച് ചെയ്യണമെന്നും തീരുമാനിച്ചു. സോനുവിൻ്റെ അമ്മയും എൻ്റെ ഡാഡിയും പണ്ടൊരിക്കൽ നമ്മളെപ്പോലെയായിരുന്നോ എന്ന് ആർക്കറിയാം. സോനുവിന് ആ സംസാരം ഇഷ്ടമായില്ല. അവർ തമ്മിലുള്ള ബന്ധം നമ്മുടെ ബന്ധത്തെ അഫക്റ്റ് ചെയ്യുമോ എന്നാണ് എൻ്റെ ഭയം. ഏതായാലും നിൻ്റെ ഡാഡിയിൽ നിന്ന് നീ സൂത്രത്തിൽ ആ രഹസ്യം ചോർത്തിയെടുക്കണം. നിങ്ങൾ വളരെ ഫ്രീ ആണല്ലോ. ഫ്രീ ആണെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് ചോദിക്കുക? എനിക്ക് വയ്യ. സാവധാനം മതി. തീർച്ച പറയാൻ പറ്റില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞ് അതേ തീരത്ത് വെച്ച് സോനു നിമിഷയോട് ചോദിച്ചു. നീ നോക്കിയിട്ട് വല്ലതും നടന്നോ? ഒരു രക്ഷയുമില്ല. പപ്പ മഹാവിരുദ്ധന. സോനുവിൻ്റെ അമ്മയെ ജീവിതത്തിൽ ആദ്യമായി കണ്ട ഭാവമാ. സോനുവും നിമിഷയും ബീച്ചിലൂടെ അങ്ങനെ നീങ്ങുമ്പോൾ മാളവികയുടെ ബംഗ്ലാവിലെ ഡോർബെൽ ശബ്ദിച്ചു പലവട്ടം. വാതിൽക്കൽ വന്നു നോക്കിയ ശേഷം ഒരു പരിചാരിക അകത്തു ചെന്ന് ഏതോ മാന്യൻ കാണാനായി വന്നിരിക്കുന്ന കാര്യം മാളവിക അറിയിച്ചു. മാളവിക സ്റ്റെയർകേസ് ഇറങ്ങി താഴെ എത്തി. ഹാളിലെ സോഫയിൽ കാലിൽ കാൽ കയറ്റി വെച്ച് ഇരിക്കുകയാണ് ചന്ദ്രശേഖർ. കയ്യിൽ അപ്പോഴും എരിയുന്ന പൈപ്പ്. മാളവിക ഒരു നിമിഷം നിശ്ചലം നിന്നു. ചന്ദ്രശേഖർ അറിഞ്ഞ മട്ടേയില്ല. യെസ്, മാളവിക മെല്ലെ ശബ്ദിച്ചു. ചന്ദ്രശേഖർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഓ മാളു. ചന്ദ്രശേഖരുടെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരി പരന്നു. മാളവികയുടെ മുഖം ചുവന്നു. പെരുവിരൽ മുതൽ മുടി ഇഴവരെ മൊത്തം വിറച്ചു. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. പക്ഷേ അവൾ ശബ്ദിച്ചില്ല. മാളു എന്ന് വിളിച്ചത് ഇഷ്ടമായിരുന്നുണ്ടോ? ചന്ദ്രശേഖർ പുച്ഛത്തിൽ ചിരികൂട്ടി. നമ്മൾ തമ്മിലുള്ള പഴയ പരിചയം മറച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു എൻ്റെ ഉദ്ദേശ്യം. എന്നാൽ മിസ്സിസ് മാളവിക ദത്തൻ തന്നെയാണ് നമ്മൾ ആരൊക്കെയാണെന്ന കാര്യം എന്നെ ഓർമ്മിപ്പിച്ചത്. നിങ്ങളത് മറന്നതായി തോന്നി, അല്ലെങ്കിൽ മറന്നതായി നടിക്കുന്നുവെന്ന് തോന്നി. അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത്. എനിക്കങ്ങനെ മറക്കാൻ കഴിയുമോ കൊച്ചേ? ചന്ദ്രശേഖർ വീണ്ടും ചിരിച്ചു. മാളവിക ഒന്ന് ഞെട്ടി. അയാൾ എന്തിനും തയ്യാറായാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്. കീറിയ പാവാടയും ജാക്കറ്റും അണിഞ്ഞ് എൻ്റെ കാറിന് മുന്നിൽ വന്നു ചാടിയ ആ പെണ്ണിനെ. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ചുവന്ന തെരുവിൽ തൊഴിലിൽ നിന്നും വിരമിച്ച് ദയനീയ സ്ഥിതിയിൽ കഴിയേണ്ടി വന്നേനെ. ചന്ദ്രശേഖർ പൈപ്പ് ചുണ്ടോട് ചേർത്തു. ചന്ദ്രശേഖര, മാളവികയുടെ ശബ്ദമുയർന്നു. അതിന് മറുപടി എന്നോണം ചന്ദ്രശേഖരുടെ നാസാരന്ധ്രങ്ങളിലൂടെ പുക ഇറങ്ങി വന്നു. പുക ശരിക്കും ആസ്വദിച്ച ശേഷം പൈപ്പ് ചുണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ചന്ദ്രശേഖർ ചോദിച്ചു. നീ വല്ലതും പറഞ്ഞായിരുന്നോ? എഴുന്നേൽക്കള പട്ടി, മാളവിക ഗർജിച്ചു. ഇത്തവണ ചന്ദ്രശേഖറിലും ഒരു ഞെട്ടലുണ്ടായി. എങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ ചടക്കുടഞ്ഞ് എഴുന്നേറ്റു. മാളവിക, നിന്നെ എനിക്കറിയാം, പക്ഷെ നിനക്ക് എന്നെ അറിയില്ല. ഈ വാചകം ഞാൻ മറുപടിയായി അങ്ങോട്ടും പറഞ്ഞതായി കരുതിക്കോളൂ. മാളവികയുടെ സ്ഥാനത്ത് ചന്ദ്രശേഖർ എന്ന് ചേർത്താൽ മതി. നിനക്കറിയുമോ, നീ വിദഗ്ധമായി ഒളിച്ചെങ്കിലും നീ ആരെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് പുറപ്പെട്ടത്. ഇതൊരു പുതിയ അറിവല്ല. സോനു ആരുന്നത് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ മകളെ അവൻ്റെ പിന്നാലെ അയച്ചത്? എന്നെ എനിക്കിപ്പോൾ അറിയേണ്ടതുള്ളൂ. ചന്ദ്രശേഖർ ഭയങ്കരനാണ്, അത് നിനക്കും അറിയാം. പക്ഷേ അയാൾ തൻ്റെ ബിസിനസ് ഇടപാടുകൾക്ക് മകളെ ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ നിന്നെ പോലൊരു തറയല്ല. ഞാൻ ജനിച്ചതേ സമ്പന്നനായാണ്. പക്ഷേ അത് നിങ്ങളുടെ യോഗ്യതയല്ലല്ലോ സാർ. നിങ്ങളുടെ അമ്മയുടെ ഭർത്താവ് സമ്പന്നനായിരുന്നിരിക്കാം. അമ്മയുടെ ഭർത്താവോ? അതെ, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. തന്തയ്ക്ക് പിറന്നവനായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാകുമായിരുന്നില്ലല്ലോ. എടി, ചന്ദ്രശേഖർ മുരണ്ടു. പല്ല് ഞെരിക്കുന്നത് സൂക്ഷിച്ചു വേണം.
മാളവിക അറിയിച്ചു. വയസ്സായ വിവരം നിങ്ങൾ മറന്നിരിക്കാം, പക്ഷേ പല്ലിന് ബലക്ഷയം സംഭവിച്ചിരിക്കാമെന്ന് മറക്കണ്ട. മാളവിക, പരിഹസിക്കുന്നത് സൂക്ഷിച്ചു വേണം. നിനക്ക് എന്നോട് പകയുണ്ടെങ്കിലും എനിക്ക് തൽക്കാലം നിന്നോട് വിരോധമൊന്നുമില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് മുന്നോട്ട് പോകാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ബന്ധുവായിരിക്കാൻ ഞാൻ സന്നദ്ധനുമാണ്. എന്നാൽ ഇപ്പോഴത്തെ പണത്തിൻ്റെ ഗർവിൽ എന്നോട് ഉരസാനാണ് ഭാവമെങ്കിൽ നീ ശരിക്കും പാളം പഠിക്കും. നിന്റെ പണമൊന്നും എനിക്ക് പ്രശ്നമല്ല. അഹങ്കരിക്കുന്ന സ്ത്രീകളെ ഞാൻ വെറുതെ വിടുകയുമില്ല. അഹങ്കാരം സ്ത്രീകൾക്ക് അത്ര നിഷിദ്ധമാണോ? നിന്നെപ്പോലുള്ളവർക്ക് അത് ആകാമെന്നും. മാളവിക, നിന്റെ സംസാര ശൈലി വളരെ മോശമാണ്. കഴിഞ്ഞതെല്ലാം മറന്ന് മുന്നോട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. കഴിഞ്ഞത് മറക്കാനോ? എടാ ചന്ദ്രു, നിനക്കറിയോ, നിന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതല്ല ആ കഴിഞ്ഞ കാലം. ഇക്കാലം അത്രയും ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് അത് മാത്രമാണ്. 22 വർഷമായി ഞാൻ നിന്നെ തേടുന്നു. എൻ്റെ കണ്ണുകൾ എത്തിയ ഇടത്തെല്ലാം ഞാൻ തിരഞ്ഞു, കണ്ടില്ല. എൻ്റെ കണ്ണിൽപ്പെടാതെ നീ ഒളിച്ചു കഴിയുകയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ നിന്നെ ഒളിച്ചു കഴിയുകയോ? ചന്ദ്രശേഖരൻ പൊട്ടിച്ചിരിച്ചു. എന്തിന്? എന്നെ ഭയന്ന്? നിന്നെ ഞാൻ ഭയക്കുകയോ? മാളവിക, നീ എന്ത് ഭ്രാന്താണ് പെണ്ണെ ഈ പറയുന്നത്? ചന്ദ്രശേഖരൻ നിന്നെപ്പോലൊരു പീറപ്പെണ്ണിനെ ഭയക്കുകയോ? ഒരാളുടെ പേരിലുള്ള സ്ഥാപനങ്ങളോ ബാങ്ക് ഡെപ്പോസിറ്റോ കണ്ട് ആളുകൾ ഭയക്കുമെന്ന് വിചാരിക്കുന്ന നീ എത്ര മായ, എത്ര മടയി. നീയാണ് ഭയക്കേണ്ടത്. 22 വർഷങ്ങൾ ഞാൻ വിദേശത്ത് കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിലുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനായിട്ടാണ്. ഏറെക്കുറെ അത് സാധിച്ചിരിക്കുന്നു. ഇനി അടുത്തത്. സോനു നിൻ്റെ മകനാണെന്ന് അറിഞ്ഞിട്ടും അവന് എൻ്റെ മകളെ കൊടുക്കാമെന്ന് വിചാരിച്ചത് നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും എൻ്റെ ചാരുവിനോട് ഞാൻ ചെയ്ത പാതകത്തിനുള്ള പ്രായശ്ചിത്തമായാണ്. എന്നാൽ നീ ഇനിയും എന്നോട് പൊരുതാനാണ് ഒരുങ്ങുന്നതെങ്കിൽ മാളവിക, നീ വീണ്ടും ശിക്ഷിക്കപ്പെടും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിനക്ക് ചന്ദ്രശേഖരെ അറിയില്ല. ചന്ദ്രശേഖർ അമേരിക്കയിലെ ഒരു അധോലോക നേതാവായിരിക്കാം, എന്നാൽ ഇയാൾ ഇന്ത്യയിൽ ആരുമല്ല. ആരും? മാളവിക ഫോണിനരികിലെത്തി റിസീവർ തൊട്ടുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാനൊരു നമ്പർ കറക്കിയാൽ മതി, നിങ്ങളെ ഇവിടെ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ ആളെത്തും. ഒന്ന് കണ്ണ് ചിമ്മുന്ന നേരത്തിൽ. പോലീസിൽ നിനക്ക് അത്ര സ്വാധീനമുണ്ടാവും. പോലീസിനെയും കോടതിയുമെല്ലാം സ്വാധീനിക്കാൻ എത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 22 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ അത് പഠിപ്പിച്ചു തന്നു. എന്നാൽ അത്ര എളുപ്പം സ്വാധീനിക്കാൻ കഴിയുന്നവരല്ല ഞാൻ വിളിച്ചാൽ വരുന്നവർ. ഓഹോ, ആരാണവർ? പഠിപ്പിച്ചു തരാം, സമയമുണ്ടല്ലോ. മാളവികയുടെ മുഖത്തെ ഭാവം ചന്ദ്രശേഖറിൽ തെല്ലൊരു ശങ്ക ഉണ്ടാക്കി. താൻ വിചാരിച്ചതുപോലെ നിസ്സാരയല്ല മാളവിക എന്ന് തോന്നുന്നു. പണം മാത്രമല്ല അവളുടെ ശക്തി. അതോ അവൾ വീമ്പ് പറയുകയാണോ? ബുദ്ധിമതിയാണ് അവൾ. നാവ് കൊണ്ടെങ്കിലും തൻ്റെ മുന്നിൽ ജയിച്ചു നിൽക്കാനുള്ള ശ്രമമാകാം. അത് നിൽക്കട്ടെ, നമ്മുടെ മക്കളുടെ കല്യാണക്കാര്യത്തിലേക്ക് കിടക്കാം. മാളവികയ്ക്ക് എൻ്റെ മകളെ ഇഷ്ടമാണല്ലോ. പറയാം. അതിനു മുമ്പ് താങ്കൾ ആ ഇരിപ്പിടത്തിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കണം. ചന്ദ്രശേഖരന് അമ്പരപ്പുണ്ടായി. എന്തിനാണ് ഞാൻ എഴുന്നേൽക്കുന്നത്? ആ ഇരിപ്പിടം അത്ര സുഖകരമല്ല. എനിക്ക് അസുഖമൊന്നും തോന്നുന്നില്ല. എൻ്റെ അതിഥികളെ ഞാൻ ഈ മുറിയിൽ ഇരുത്തിയല്ല സൽക്കരിക്കുന്നത്. ഓഹോ, അത്രയേ ഉള്ളൂ. ചന്ദ്രശേഖർ മെല്ലെ എഴുന്നേറ്റു. എവിടേക്കാണെന്ന് വെച്ചാൽ വിളിക്കൂ, ഞാൻ വരാം. മാളവിക പുറത്തേക്കാണ് കൈ ചൂണ്ടിയത്. പുറത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്, അവൾ അറിയിച്ചു. ചന്ദ്രശേഖരൻ്റെ മുഖം വീണ്ടും ക്രൂരമായി. കലങ്ങിയ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു. മാളവിക, നീ ആര് തന്നെയായാലും, നിന്റെ ശക്തി എത്ര അപാരമായാലും നീ ഒരു സ്ത്രീയാണ്. നീ ചന്ദ്രശേഖരൻ്റെ ഒപ്പം എത്തില്ല. എടാ ചന്ദ്രശേഖര, മാളവിക ചിറികൂട്ടി. 22 വർഷങ്ങൾ നീ ചെലവിട്ടത് സാമ്പത്തിക നഷ്ടം നികത്താനായിരുന്നെങ്കിൽ അത്രയും വർഷങ്ങൾ ഞാൻ ചെലവാക്കിയത് നിന്നെ കുരുക്കാനുള്ള കെണി പണിയാനായിരുന്നു. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നീ എൻ്റെ കൺവെട്ടത്തു നിന്നും ഒഴിഞ്ഞു നിന്നു. എന്നാൽ ഒടുവിൽ വിധി തന്നെ നിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. വിധിയല്ല മോളെ, ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അതെ, അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ വന്നു, അഗ്നിയെ തേടിയെത്തുന്ന ശലഭത്തെ പോലെ. മാളവിക, ചന്ദ്രശേഖര ശബ്ദം ഉയർന്നു. ഇതെൻ്റെ വീടാണ്, ഇവിടെ നിന്ന് അലറി വിളിക്കരുത്. അതൊരു ആജ്ഞയായിരുന്നു. ചന്ദ്രശേഖരെ നടുക്കുന്ന ശബ്ദത്തിൽ. അത് കേട്ടാണ് മാളവികയുടെ ചിറ്റമ്മ ഓടി അകത്തെ വാതിൽക്കലെത്തിയത്. മാളവിക ആരോടോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ ചിറ്റമ്മയ്ക്ക് ജിജ്ഞാസ ഉണ്ടായതാണ്. എന്നാൽ ആരോടെങ്കിലും ഹാളിലിരുന്ന് സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വലിഞ്ഞു കയറി ചെല്ലുന്നത് മാളവികയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ ഇതുവരെ ക്ഷമിച്ചത്. ഹാളിൻ്റെ വാതിൽക്കലെത്തിയ ചിറ്റമ്മയ്ക്ക് ആദ്യ കാഴ്ചയിലെ ഹാളിൽ നിൽക്കുന്ന മനുഷ്യനെ മുമ്പ് കണ്ടതായ സംശയം തോന്നി. 2-3 നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ചിറ്റമ്മ ഞെട്ടലോടെ ആളെ മനസ്സിലാക്കി. ചന്ദ്രശേഖർ, പഴയ ചന്ദ്രശേഖർ. തങ്ങൾക്ക് കൈക്കൂലി തന്ന് മാളവികയെ കൈക്കലാക്കാൻ ശ്രമിച്ചവൻ. ചാരുദത്തിനെ കൊന്നിട്ട് കള്ളസാക്ഷി പറയാൻ തന്നെ കോടതിയിൽ കൊണ്ടുപോയവൻ. തനിക്കും തൻ്റെ പെൺമക്കൾക്കും വാരിക്കോരി പണം തന്നവൻ. ഇവനെ പിന്നീട് കണ്ടതേയില്ല. വിദേശത്ത് എവിടെയോ ആണെന്നല്ലാതെ ഒരു വിവരവും അറിയില്ലായിരുന്നു. ഏതായാലും കണ്ടത് നന്നായി. ചന്ദ്രശേഖർ കൊണ്ട് ഇനിയും തനിക്ക് പ്രയോജനമുണ്ടാവും. ഇയാൾ എന്തിനാണാവോ ഇപ്പോൾ ഇവിടെ വന്നത്? മാളവികയും ഇയാളും ബദ്ധശത്രുക്കളാണ്. എന്നിട്ടും
ഇയാളെ മാളവിക അകത്ത് കടത്തിയല്ലോ. ഏതായാലും രണ്ടാളും അത്ര സന്തോഷകരമായ അവസ്ഥയിലല്ല. ചിറ്റമ്മ വാതിൽ വിരിക്ക് പിന്നിൽ നിന്ന് രംഗം ശ്രദ്ധിച്ചു. മാളവിക, ചന്ദ്രശേഖരൻ്റെ ശബ്ദം താണു. ഞാൻ ഒരിക്കൽ കൂടി നിൻ്റെ അടുത്ത് താഴുകയാണ്. എൻ്റെ മകളെ ഓർത്ത്. അവൾക്ക് സോനുവിൻ്റെ ജീവനാണ്. എൻ്റെ പേരിലുള്ള കണക്ക് നീ എൻ്റെ നിമിഷമോളുടെ പേരിലേക്ക് ചേർക്കരുത്. വാതിൽ വിരിക്കിൽ പിന്നിൽ നിൽക്കുന്ന ചിറ്റമ്മയ്ക്ക് വിസ്മയം. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ മകളാണോ നിമിഷ? ദൈവത്തിൻ്റെ കളി എത്ര വിചിത്രം. ഞാൻ പറഞ്ഞല്ലോ, അതേക്കുറിച്ചുള്ള സംസാരം പിന്നീട്. ആദ്യം നിങ്ങൾ പുറത്തുപോയി സിറ്റ് ഔട്ടിൽ വെയിറ്റ് ചെയ്യുക. കാളിംഗ് ബെല്ല് അടിച്ചാൽ എൻ്റെ പരിചാരകരെത്തും. വിവരം തിരക്കും. നിങ്ങൾ നൽകുന്ന വിവരം എന്നെ അറിയിക്കും. അതിനുശേഷമേ ഞാൻ തീരുമാനിക്കൂ നിങ്ങളെ അകത്ത് കടത്തണോ വേണ്ടയോ എന്ന്. മുഖത്ത് അടിയേറ്റതുപോലെ ചന്ദ്രശേഖർ നിന്നു. പറഞ്ഞത് കേട്ടില്ലേ? മാളിക ചോദിച്ചു. പിന്നെ വീണ്ടും പുറത്തേക്ക് കൈ ചൂണ്ടി. യു ഗെറ്റ് ഔട്ട്. അത് കേട്ടുകൊണ്ടാണ് സോനുവും നിമിഷയും ഹാളിൻ്റെ വാതിൽക്കലെത്തിയത്. രണ്ടുപേരും സ്തബ്ധരായി നിന്നുപോയി. അവരെ കണ്ട ചന്ദ്രശേഖരുടെയും മാളവികയുടെയും അവസ്ഥ അതിലേറെ പരിതാപകരമായിരുന്നു. കുറേ നിമിഷങ്ങളോളം അവർ 4 പേർക്കും ശബ്ദിക്കാൻ കഴിഞ്ഞില്ല, അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. മാളവിക മാർബിൾ തറയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ചന്ദ്രശേഖർ ഹാളിൻ്റെ ചുവരിലെ അലങ്കാരങ്ങളിലേക്കും. ആദ്യം സമചിത്തത വീണ്ടെടുത്തത് സോനുവാണ്. അവർ ചന്ദ്രശേഖരോട് ചോദിച്ചു, അങ്കിൾ എപ്പോൾ വന്നു? ദാ അല്പനേരം ആയതേയുള്ളൂ. ചന്ദ്രശേഖർ ഭംഗിയായി ചിരിച്ചു. അമ്മ എന്താണിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? സോനു അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. വെറുതെ വെറുതെ മാളവിക വിക്കി. നിങ്ങളെ രണ്ടുപേരെയും പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ ഞാനങ്ങ് അമ്പരന്ന് പോയി. അതെന്തേ? ഞങ്ങളെ കാണുന്നത് ഇഷ്ടമല്ലേ? സോനു, വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട കേട്ടോ. മാളവികയ്ക്ക് ചുണ്ടി വന്നു. നിമിഷ, തനിക്ക് എന്തു പറ്റി? താനും വല്ലാതായല്ലോ, സോനു നിമിഷയോട് ചോദിച്ചു. അതോടെ നിമിഷയും ഉണർന്നു. അമ്മ അങ്കിളിന് ചായ ഒന്നും കൊടുത്തില്ലേ? സോനുവിന് സംശയം. വന്ന നേരം കൊണ്ട് ഞാൻ 2 ചായ കഴിച്ചു. അതിഥി സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ സോനുവിൻ്റെ അമ്മ ഒരു അത്ഭുതം തന്നെയാ. മാളവികയ്ക്ക് ഒരു തോണ്ട് കൊടുക്കുകയായിരുന്നു ചന്ദ്രശേഖരുടെ ലക്ഷ്യം. ആ, തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളെ കുടഞ്ഞു കളയും വിധം മാളവിക ഒന്ന് മുഖമിളക്കി. പിന്നെ ചന്ദ്രശേഖരോട് പറഞ്ഞു, ഇരിക്കൂ സാർ. മാളവികയുടെ മുഖത്ത് നിറഞ്ഞ ഭവ്യത. ചന്ദ്രശേഖരൻ്റെ മുഖം വീണ്ടും ചമ്മലിൽ മഞ്ഞച്ചു. സോനുവും നിമിഷയും വീണ്ടും സ്തബ്ധരായി. സംതിങ് റോങ്, സോനു മനസ്സിൽ പറഞ്ഞു. തനിക്ക് ഊഹിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഇവർ തമ്മിലുണ്ട്. തൻ്റെ അമ്മയും നിമിഷയുടെ ഡാഡിയും തമ്മിൽ. അമ്മയോട് ചോദിച്ചാൽ തുറന്ന മറുപടി ലഭിച്ചെന്ന് വരില്ല. തൽക്കാലം അമ്മയെയും നിമിഷയുടെ ഡാഡിയെയും പോലെ അഭിനയിക്കുകയേ നിവൃത്തിയുള്ളൂ. അങ്കിൽ ഇരിക്കൂ, അമ്മയോട് ചേർന്ന് നിന്ന് സോനു ചന്ദ്രശേഖരോട് പറഞ്ഞു. പിന്നെ നിമിഷയെയും പിടിച്ചിരുത്തി. നിമിയുടെയും സോനുവിൻ്റെയും കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് ഞാൻ, ചന്ദ്രശേഖർ സോനുവിനെ അറിയിച്ചു. ഇതിനകം നിങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ച് ഒരു തീർപ്പിൽ എത്തിയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, സോനു പറഞ്ഞു. ഉവ്വ്, ഞങ്ങൾ സംസാരിച്ചു, ചന്ദ്രശേഖർ മെല്ലെ പുഞ്ചിരിച്ചു. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? സോനു മാളവികയെ നോക്കി. ഞാൻ എന്ത് പറയാൻ? നിങ്ങൾ തീരുമാനിച്ച കാര്യം എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് മാത്രം. ചന്ദ്രശേഖർ അത്ഭുതത്തോടെ മാളവികയെ നോക്കി. മാളവികയുടെ ഭംഗിയുള്ള കണ്ണുകളിൽ ഫണം വിടർത്തിയ സർപ്പങ്ങൾ ഒളിച്ചിരിക്കുന്നതായി ചന്ദ്രശേഖരന് തോന്നി. ചന്ദ്രശേഖരൻ്റെ കലങ്ങിയ കണ്ണുകൾ ധൃതിയിൽ അടഞ്ഞു തുറന്നു. എടി, നിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. നീ എന്നോട് പകപോക്കാനുള്ള ഒരുക്കമാണ്, നിന്റെ ഭർത്താവിൻ്റെ ചോരയ്ക്ക്. പക്ഷേ ചന്ദ്രശേഖരെ നിനക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞതൊന്നും നിനക്ക് പോരെന്ന് തോന്നുന്നു മാളവിക. നീ ശരിക്കും പാഠം പഠിക്കാൻ പോവുകയാണ്. ഒരു പുഴുത്ത പട്ടിയായി നീ എൻ്റെ കാലിക്കൽ വീഴുന്ന ദിവസം അധികം ദൂരെയല്ല. പക്ഷേ ചന്ദ്രശേഖർ പറഞ്ഞത് അതൊന്നുമല്ല. അപ്പോൾ പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ലല്ലോ. വി ആർ ഡിസൈഡിങ് ഇറ്റ്. അങ്ങനെയല്ലേ മാളവിക? സോനുവും നിമിഷയും കാണാതെ ചന്ദ്രശേഖർ ഒന്ന് കണ്ണിറുക്കി കാട്ടി. മാളവികയുടെ മുഖമല്ലാതെ ഒന്ന് ആളിക്കത്തി. ചന്ദ്രശേഖർ, തെരുവിൽ വച്ചാണ് നീ എന്നെ കണ്ടത്. പക്ഷേ ഞാനൊരു തെരുവ് പെണ്ണല്ല. കുലവധൂടികളും തെരുവിൽ വന്നു ചേരാം. വ്യഭിചാരിണികൾ അന്തപുരങ്ങളിലും ഉണ്ടാവാം. എന്നെ വിലയിരുത്താൻ നീ ആയിട്ടില്ലട പട്ടി. എന്നാൽ മാളവികയുടെ മറുപടിയും അതൊന്നുമായിരുന്നില്ല. യെസ്, വി ആർ ഡിസൈഡിങ് ഇറ്റ് സർ. പുഞ്ചിരിയോടെയാണ് മാളവിക പറഞ്ഞതെങ്കിലും ആ വാചകത്തിൽ മൊത്തം പരിഹാസമാണ് നിറഞ്ഞിരുന്നിരുന്നതെന്ന് സോനുവിന് തോന്നി. പ്രത്യേകിച്ചും ആ സാർ വിളി. തങ്ങൾ കടന്നു വന്നപ്പോൾ നിമിഷയുടെ ഡാഡിയോട് യു ഗെറ്റ് ഔട്ട് മാൻ എന്ന് അലറിയ ആളാണ് അമ്മ. തങ്ങളത് കേട്ടതിൽ അമ്മയ്ക്ക് വല്ലാത്ത ചളിപ്പും ഉണ്ടായതായി തോന്നി. നിമിഷയുടെ ഡാഡിയേക്കാൾ വിളറിയതും അമ്മയാണ്. എന്തായിരിക്കാം അമ്മയും ആ മനുഷ്യനുമായുള്ള ബന്ധം? അമ്മയുടെ പൂർവ്വ കാമുകനായിരുന്നോ? അമ്മയെ നിഷ്കരണം തള്ളിക്കളഞ്ഞ ആൾ. അതാണോ ഇപ്പോഴുള്ള പകയ്ക്ക് കാരണം? എന്നാൽ നിമിഷയെ താൻ വിവാഹം ചെയ്യുന്നതിൽ അമ്മയ്ക്ക് കഠിനമായ വിരോധമില്ലെന്ന് തോന്നുന്നു. അതോ അമ്മയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും പദ്ധതികളുണ്ടോ? പുറമേ സമ്മതം പ്രകടിപ്പിച്ചിട്ട് അതിരഹസ്യമായി തങ്ങളുടെ ബന്ധം തകർക്കുക, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുക, അതാണ് ഉദ്ദേശ്യം. അമ്മ വെറുമൊരു സാധുവല്ല എന്നറിയാം. ശാന്തമായി കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. ഏതായാലും അങ്കിൾ ആദ്യമായി ഞങ്ങളുടെ വീട്ടിൽ വരുന്നതല്ലേ. ചെറിയൊരു സൽക്കാരം ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. വിത്തിൻ മിനിറ്റ്സ്.
സോനു എഴുന്നേറ്റു. നോ. ഒപ്പം ചന്ദ്രശേഖരം എഴുന്നേറ്റു. സോനു വിചാരിച്ചതുപോലെയല്ല മാളവിക. സോറി മിസ്സിസ് മാളവിക ദത്തൻ എന്നെ ഭംഗിയായി സൽക്കരിച്ചിരിക്കുന്നു. ഷീ ഈസ് എ ഗുഡ് ഹോസ്റ്റസ്. ഇത്ര കൃത്യമായൊരു സ്വീകരണം എനിക്ക് മറ്റൊരിടത്തു നിന്നും ലഭിച്ചിട്ടില്ല. എനിക്കതിൻ്റെ നന്ദിയുമുണ്ട്, കടപ്പാടും. ചന്ദ്രശേഖർ തിരിഞ്ഞ് നിമിഷയെ നോക്കി. മോളെ, നീയും പുറത്തേക്കല്ലേ? നമുക്ക് ഒന്നിച്ച് പോയാലോ? നമുക്ക് പോകാൻ ഡാഡി. നിമിഷ സോനുവിനോട് അനുവാദം ചോദിച്ചു. ഞാൻ പോയിട്ട് വരട്ടെ സോനു. ശരി, ഇടയ്ക്ക് വിളിക്കണം, സോനു പറഞ്ഞു. പിന്നെ അമ്മയോട് യാത്ര പറയുന്നില്ലേ? അതെ, മാളവികയോട്. സോറി, മിസ്സിസ് മാളവികയോട് യാത്ര പറയൂ നിമി, ചന്ദ്രശേഖർ നിർദ്ദേശിച്ചു. ഇത്ര വിശദമായി യാത്ര പറയാൻ നമ്മൾ പിരിയുകയൊന്നുമല്ലല്ലോ, മാളവിക ചോദിച്ചു. ചേ, നമ്മൾ പിരിയുകയോ? നമ്മൾക്ക് അങ്ങനെ പിരിയാൻ സാധിക്കുമോ? ചന്ദ്രശേഖർ പൊട്ടിച്ചിരിച്ചു. നിമിഷയുടെ ഡാഡിയും അമ്മയെപ്പോലെ തന്നെ ഗൂഢാർത്ഥത്തിലാണ് സംസാരിക്കുന്നതെന്ന് സോനുവിന് മനസ്സിലായി. ആൾ റൈറ്റ്. ചന്ദ്രശേഖർ പുറത്തേക്ക് നടന്നു. നിമിഷ ഡാഡിയുടെ കയ്യിൽ തൂങ്ങി. അവർ വാതിൽ കടന്ന് പുറത്ത് മറഞ്ഞതും സോനു അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. മാളവിക അകത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അമ്മേ, സോനു വിളിച്ചു. മാളവിക തിരിഞ്ഞു നിന്നു. പുറത്തേക്ക് പോയ ആ മനുഷ്യൻ ആരാണമ്മേ? ഇക്കുറി മാളവികയിൽ നടക്കുമൊന്നുണ്ടായില്ല. പുഞ്ചിരിയോടെ അവൾ സോനുവിനെ നോക്കി. മിസ്റ്റർ R.C. മേനോൻ, എൻ്റെ ഫാദർ ഇല്ല. ഈ മറുപടി ഒരു ആവർത്തനമാണമ്മേ. പിന്നെ ഞാൻ എന്ത് മറുപടി പറയണം? സോനു പറഞ്ഞു തരൂ. അമ്മയ്ക്ക് അറിയാവുന്നതും എനിക്ക് അറിയാൻ വയ്യാത്തതുമായ ഒരു കാര്യം ഞാനെങ്ങനെ അമ്മയ്ക്ക് പറഞ്ഞു തരും? നിന്നോട് പറയാവുന്നതെല്ലാം നീ ചോദിക്കാതെ തന്നെ ഞാൻ പറയാറുണ്ട്. അതിനർത്ഥം ഞാനിപ്പോൾ ചോദിച്ചത് എന്നോട് പറയാവുന്ന കാര്യമല്ല. സോനു, ഞാൻ നിൻ്റെ അമ്മയാണ്, നീ എൻ്റെ അമ്മയല്ല. അതെ, അമ്മയിൽ എനിക്ക് ചില അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളും. അമ്മയ്ക്ക് മകനിലുമുണ്ട്. ഉണ്ട്. അമ്മ അത് ആവശ്യപ്പെടൂ. നിനക്ക് നിമിഷയെ മറക്കാൻ കഴിയുമോ? എനിക്ക് വേണ്ടി അവളെ ഉപേക്ഷിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അമ്മയും മകനുമായി തുടരാമെന്ന്. നീ മകൻ്റെ കളത്തിലും ഞാൻ അമ്മയുടെ കളത്തിലും നിൽക്കുക, അതുമതി. മാളവിക തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. സോനു വല്ലാതെ അസ്വസ്ഥനായി. അത് അറിയാതെ വയ്യ, നിമിഷയുടെ ഡാഡിയായ R.C. മേനോൻ ആരാണെന്ന്, അമ്മയും അയാളുമായുള്ള പൂർവ്വ ബന്ധം എന്താണെന്ന്. അതറിയാതെ നിമിഷയുമായുള്ള ബന്ധം പോലും തുടരാൻ വയ്യ. പിറ്റേന്ന് രാവിലെ തന്നെ സോനു നിമിഷയെ കണ്ടു. അവളെയും കൊണ്ട് നോർത്ത് അവന്യൂവിലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിലിൽ വച്ചാണ് അവർ സംസാരിച്ചത്. നിമിഷ, നീ ശ്രദ്ധിച്ചുവോ ഇന്നലെ എൻ്റെ അമ്മ നിൻ്റെ ഡാഡിയെ ഗെറ്റ് ഔട്ട് പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചു. ആ ഓർമ്മ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു. നീ നിൻ്റെ ഡാഡിയോട് അതേപ്പറ്റി ചോദിച്ചില്ലേ? ചോദിച്ചു, ഇന്നലെ മടങ്ങുമ്പോൾ തന്നെ. എന്താണ് നീ ചോദിച്ചത്? സോനുവിൻ്റെ അമ്മയെ ഡാഡിക്ക് നേരത്തെ അറിയുമോ എന്ന്. എന്നിട്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചതല്ലാതെ ഡാഡി ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. അതിനർത്ഥം അവർ തമ്മിൽ എന്തോ ശക്തമായ ബന്ധം ഉണ്ടായിരുന്നുവെന്നാണ്. ഇപ്പോൾ അത് പകയായി മാറിയിരിക്കാം. അതെ, എനിക്കും അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാവും ഡാഡിയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മുതൽ സോനുവിൻ്റെ അമ്മ എന്നെ വെറുക്കാൻ തുടങ്ങിയത്. ശരിയായിരിക്കും. പക്ഷേ അമ്മയിൽ നിന്ന് ആ രഹസ്യം അറിയാൻ കഴിയില്ല. ഞാൻ നിമിയുടെ ഡാഡിയോട് തന്നെ ചോദിക്കാൻ പോവുകയാണ്. നിമിഷ മറുപടി പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം സോനു നിമിഷയുടെ വീട്ടിലെത്തി. അവിടെ ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, നിമിഷയും. ഇരുവരും സോനുവിനെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി. നിമിഷയുടെ ഗ്രാനി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിരുന്നു. സോനു, പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? ചന്ദ്രശേഖർ ചോദിച്ചു. അമ്മ സുഖമായിരിക്കുന്നോ? എൻ്റെ അമ്മയെ താങ്കൾക്ക് മുമ്പേ അറിയാമോ? പെട്ടെന്നാണ് സോനു ചോദിച്ചത്. ചന്ദ്രശേഖരുടെ മുഖം വിളറി, മുഖം കുനിഞ്ഞു. വളരെ സമയത്തിന് ശേഷമാണ് ചന്ദ്രശേഖർ മുഖം ഉയർത്തിയത്. അയാൾ സോനുവിനെ നോക്കി ദയനീയമായി. എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല, സോനു ഓർമ്മിപ്പിച്ചു. എൻ്റെ അമ്മയെ താങ്കൾക്ക് നേരത്തെ അറിയാമോ? അറിയാം. തികഞ്ഞ ഘനത്തിലായിരുന്നു ചന്ദ്രശേഖരുടെ മറുപടി. എങ്ങനെ? അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. അതത്ര സുഖകരമായ കാര്യമല്ല. സാരമില്ല. സോനു എൻ്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാണല്ലോ. ഞാൻ എങ്ങനെ അത് പറയും? സാരമില്ലെന്ന് പറഞ്ഞല്ലോ. കുറച്ച് സമയത്തേക്ക് ഞാൻ നിമിഷയുടെ ഭർത്താവാകാൻ പോകുവന്നവനാണെന്ന കാര്യം മറന്നോളൂ. സോനുവിന് എന്തുകൊണ്ട് സ്വന്തം അമ്മയോട് തന്നെ ചോദിച്ചുകൂടാ? കാരണം സ്വന്തം അമ്മയായതുകൊണ്ട്. നിമിഷയുടെ ഭർത്താവാകാൻ പോകുന്നവനാണെന്ന കാര്യം അല്പനേരത്തേക്ക് എനിക്ക് മറക്കാനാവും. എന്നാൽ മാളവിക ദത്തൻ്റെ മകനാണ് ഞാനെന്ന കാര്യം ഒരു സെക്കൻഡ് പോലും എനിക്ക് മറക്കാൻ കഴിയില്ല. സോനുവിന് അമ്മ അത്ര പ്രിയപ്പെട്ടവളാണ്. എന്താ സംശയം? അമ്മയുടെ വ്യക്തിത്വത്തിൽ ഒരു കറ വീഴുന്നത് സോനുവിന് സഹിക്കാനേ കഴിയില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ എല്ലാമാണ് എൻ്റെ അമ്മ, എൻ്റെ ദൈവം. അമ്മയെ മാറ്റി നിർത്തി എനിക്കൊരു ജീവിതമില്ല. ആ സ്ഥിതിക്ക് ഞാൻ ആ സത്യം പറയാനേ പാടില്ല. അതെന്താ? എൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് മോശമായി എന്തെങ്കിലും പറയാനുണ്ടാവുമോ? ചന്ദ്രശേഖർ മറുപടി പറഞ്ഞില്ല. സാവധാനം അയാളുടെ മുഖം താണു. പറയൂ, എനിക്കൊരു മറുപടി അത്യാവശ്യമാണ്. സോനു മാളവിക ദത്തൻ്റെ മകനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കള്ളം പറയുന്നതിൻ്റെതായ യാതൊരു പതർച്ചയും ചന്ദ്രശേഖറിൽ ഉണ്ടായിരുന്നില്ല.
ഇവിടെ എത്തിയ ശേഷമാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എയറോഡ്രോമിൽ വെച്ച് സോനുവിനെ ആദ്യം കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. ഇത്തരം ഒരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നതും. എന്നാൽ കാറിൽ നിന്നും വാതിൽ തുറന്ന് പുറത്തു വന്ന മാളവികയെ കണ്ടപ്പോൾ വരേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. എൻ്റെ മകളെ മാളവികയുടെ മകന് നൽകാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. എങ്കിൽ ആ നിമിഷം തന്നെ അത് തുറന്നു പറയാമായിരുന്നല്ലോ. പക്ഷേ എനിക്ക് സോനുവിനെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മകളെ സോനുവിന് നൽകുന്നതിൽ സന്തോഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാളവികയുടെ മകനാണെന്ന കാര്യം ഞാൻ മറന്നു. മാളവികയുടെ മകനാണ് ഞാനെന്ന കാര്യം ആരും മറക്കണ്ട. മാളവികയുടെ മകനെന്നതിനപ്പുറം ഞാൻ ആരുമല്ല താനും. തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് മക്കൾക്ക് ഇങ്ങനെയൊരു മനോഭാവം ഉണ്ടായാൽ അത് നല്ലത് തന്നെ. പിന്നെ നല്ലതല്ലാത്തത് എന്താണ്? അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അമ്മയുടെ പൂർവ്വ കാമുകനായിരുന്നോ? ചന്ദ്രശേഖർ വല്ലാതെ നടുങ്ങിപ്പോയി. സോനുവും വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്തരം ഒരു ചോദ്യം ആരെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് അത് ചോദിക്കേണ്ടി വന്നു. മറ്റെന്തു നിഗൂഢ ബന്ധമാണ് നിങ്ങൾ തമ്മിലുണ്ടാവാനുള്ളത്? മറ്റെന്തെങ്കിലും ആണെങ്കിൽ എന്നോട് പറയാൻ എന്തിന് ഇത്രയധികം വിഷമിക്കുന്നു? ആര് വിഷമിക്കുന്നു? നിങ്ങളും എൻ്റെ അമ്മയും. മാളവികയ്ക്കും അത് പറയാൻ വിഷമമുണ്ട് ഇല്ലേ? ഉണ്ട്. എന്നോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ. ചില നേരത്ത് അമ്മ എൻ്റെ യജമാനാണെങ്കിൽ മറ്റു ചിലപ്പോൾ എൻ്റെ കളിച്ചങ്ങാതിയാണ്. അമ്മ എന്നോട് ഒന്നും ഒളിച്ചിട്ടില്ല, ഇതൊഴിച്ച്. ഒന്നും ഒളിച്ചിട്ടില്ല? ചന്ദ്രശേഖരൻ്റെ കലങ്ങിയ കണ്ണുകൾ വല്ലാതെ ചെറുതായി. അതെ അതെ, സോനു വികാരാധീനായി. എൻ്റെ അച്ഛൻ്റെ മരണത്തെപ്പറ്റി പോലും വളരെ കുട്ടിക്കാലത്തെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോനുവിൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? പൊടുന്നനെ സോനുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ ധൃതിയിൽ തുറന്നടഞ്ഞു. മരിച്ചതല്ല, കൊന്നതാണ്. സോനുവിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അച്ഛൻ്റെ സ്നേഹിതനായി നടിച്ചിരുന്ന മനുഷ്യൻ. ചന്ദ്രശേഖരുടെ മുഖത്തു നിന്നും ചുവപ്പ് നിശേഷം വാർന്നുപോയി. അയാൾ ഒരു മെഴുകു പ്രതിമയായി നിശ്ചലമിരുന്നു. സോനുവിൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടതാണെന്നോ? അതുവരെ നിശബ്ദനായിരുന്ന നിമിഷയാണ് ചോദിച്ചത്. അതെ, സോനുവിൻ്റെ ശബ്ദം മെറിച്ചു. ക്രൂവലി കിൽഡ്. എന്നിട്ടെന്താ? എനിക്ക് അച്ഛനും അമ്മയ്ക്ക് ഭർത്താവും നഷ്ടപ്പെട്ടു. ആരായിരുന്നു അത് ചെയ്തത്? ചന്ദ്രശേഖറിൽ നിന്നായിരുന്നു ആ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ സ്നേഹിതൻ. അയാൾ ആരായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അയാളുടെ പേര് അമ്മ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പലക്കുറി ചോദിച്ചു. ചന്ദ്രശേഖരന് ജീവൻ വെച്ചു. പഴയ ഊർജം തിരിച്ചു കിട്ടി. അത് ആരാണെന്ന് ഒരുപക്ഷെ സോനുവിൻ്റെ അമ്മയ്ക്ക് പറയാൻ കഴിയില്ലായിരിക്കും. എന്നുവെച്ചാൽ പറയാൻ വയ്യാത്ത ആരെങ്കിലും ആവാം. അങ്കിളിൻ്റെ അമ്മയെ നേരത്തെ അറിയാമല്ലോ. ഒരുപക്ഷെ അച്ഛനെയും. അത് ആരാണെന്ന് പറയാൻ കഴിയുമോ? സോനു എന്തിനാ അതറിയണം? എനിക്കതറിയണം. അയാൾ ആര് തന്നെയായാലും കണ്ടുപിടിക്കണം. അമ്മ തന്നെ അയാളെ കണ്ടുപിടിച്ച് കൊള്ളാമെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കത് പോരാ. അയാളെ കണ്ടുകിട്ടിയാൽ എണ്ണി ഞാൻ കണക്ക് ചോദിക്കും. അത് അമ്മയ്ക്കറിയാം. ഞാനൊരു കൊലപാതകിയാവുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അമ്മ ആ പേര് എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത്. അപ്പോൾ അയാളുടെ പേര് കിട്ടിയാൽ? ചന്ദ്രശേഖർ ചോദിച്ചു. അയാൾ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. എൻ്റെ അച്ഛൻ്റെ രക്തത്തിന് കണക്ക് തീർക്കും, ചോര കൊണ്ട് തന്നെ. ആരോടാണ് സോനു കണക്ക് തീർക്കുക? ചന്ദ്രശേഖരൻ്റെ ചുണ്ടിൽ ഒരു ചിരി ഊറി. അറിയാമല്ലോ, എൻ്റെ അച്ഛൻ്റെ ഘാതകനോട്. അത് ആരെന്ന് സോനുവിന് അറിയില്ലല്ലോ. അറിയില്ല, പക്ഷേ ഒരു നാൾ ഞാനതറിയും. ഞാനത് കണ്ടുപിടിക്കും. അതേക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? അറിയാം. കോടതി ആ മൃഗത്തെ തെളിവില്ലാത്തതിൻ്റെ പേരിൽ വെറുതെ വിട്ടെങ്കിലും എൻ്റെ അമ്മയ്ക്ക് അതറിയാം. അമ്മ അയാളെ കണ്ടതാണ്. അച്ഛൻ കൊല്ലപ്പെട്ട രാത്രിയിൽ കോണി ഇറങ്ങി ഓടുന്നത്. മറ്റാരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? അമ്മ കണ്ടാൽ മതിയല്ലോ. പക്ഷേ സോനുവിൻ്റെ അമ്മ ഇതുവരെ അത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു നാൾ അമ്മ അത് പറയും, അല്ലെങ്കിൽ ഞാൻ പറയിക്കും. ഞാനത് അറിയും. ഇല്ല. ചന്ദ്രശേഖരുടെ മുറുകിയ ശബ്ദം. സോനു അത്ഭുതത്തിൽ അയാളെ നോക്കി. ചന്ദ്രശേഖർ തുടർന്നു. മാളവിക അത് പറയില്ല. അവർക്ക് അത് പറയാൻ കഴിയില്ല. കാരണം? സോനു ചോദിച്ചു. ആ കാരണം സോനു അറിയണ്ട. എനിക്കറിയണം. സോനുവിൻ്റെ സ്വരത്തിൽ വാശി പ്രകടമായി. സോനുവിൻ്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് അത് പറയാൻ കഴിയുക? അങ്ങേക്ക്, സോനു പറഞ്ഞു. മിസ്റ്റർ R.C. മേനോന് അങ്ങേക്ക് അതറിയുമെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്കതറിയാമെങ്കിൽ തന്നെ ഞാനത് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? നിങ്ങൾ അമ്മയെയും മകനെയും തമ്മിൽ തെറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ പോകുന്നതാണോ ആ രഹസ്യം? ചന്ദ്രശേഖർ മിണ്ടിയില്ല. പറയൂ, സോനു ആവശ്യപ്പെട്ടു. എനിക്കറിയണം, അറിഞ്ഞേ തീരൂ. ചന്ദ്രശേഖർ ആലോചനയിലായിരുന്നു. ആ ബുദ്ധിയിൽ പദ്ധതികൾ രൂപപ്പെടുകയായിരുന്നു. ഡാഡി, നിമിഷ വിളിച്ചു. ചന്ദ്രശേഖർ തിരിഞ്ഞു നോക്കി. ഡാഡി എന്തുകൊണ്ട് ആ രഹസ്യം സോനുവിനോട് പറയുന്നില്ല? സോനു നമ്മുടെ ആളല്ലേ? അതിലധികം അവൻ അവൻ്റെ അമ്മയുടെ ആളാണ്. ചന്ദ്രശേഖർ പതുക്കെ ചിരിച്ചു. അതുകൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ സോനുവിന് അവകാശമില്ലേ? ഡാഡിക്കത് അറിയുമെങ്കിൽ സോനുവിനോട് പറഞ്ഞുകൂടെ? എന്നേക്കാൾ അധികം അതേപ്പറ്റി അവൻ്റെ അമ്മയ്ക്കാണല്ലോ അറിയുക.
അവർ എന്തുകൊണ്ട് അത് പറയുന്നില്ല? സോനു എന്തുകൊണ്ട് അവിടെ പിടിമുറുക്കുന്നില്ല? സോനുവിൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഡാഡിയോട് പറഞ്ഞതാണല്ലോ. അതേ രീതിയിൽ തന്നെ നമ്മളും സോനുവിനോട് പെരുമാറണമെന്നുണ്ടോ? ഞാൻ ആ സത്യം പറഞ്ഞാലും നിന്റെ സോനു വിശ്വസിക്കില്ല മോളെ. വലിയ സങ്കടത്തിലാണ് ചന്ദ്രശേഖർ പറഞ്ഞത്. പറയുന്നത് സത്യമാണെങ്കിൽ, വിശ്വാസമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യും, സോനു അറിയിച്ചു. സ്വന്തം അമ്മയേക്കാളധികം എന്നെ, തികച്ചും അന്യനായ എന്നെ സോനുവിന് വിശ്വസിക്കാൻ കഴിയുമോ? സ്വന്തം നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചന്ദ്രശേഖർ ചോദിച്ചു. അതേപ്പറ്റി എനിക്കിപ്പോൾ ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല. എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. ആദ്യം എനിക്കറിയേണ്ടത് എൻ്റെ അമ്മയും അങ്കിളും തമ്മിലുള്ള പൂർവ്വബന്ധം എന്താണെന്നാണ്. അടുത്തത് എൻ്റെ അച്ഛൻ്റെ ഘാതകൻ ആരാണ് എന്നതാണ്. അതറിയണമെന്ന് നിർബന്ധമാണോ? ചന്ദ്രശേഖർ ചോദിച്ചു. അതെ. ചന്ദ്രശേഖരുടെ ചുണ്ടിൽ ഗൂഢസ്മിതം വിരിഞ്ഞു. എങ്കിൽ അല്പം ചിലത് പറയാം, അല്പം മാത്രം. ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്: ഞാൻ സോനുവിൻ്റെ അമ്മയുടെ പൂർവ്വ കാമുകനായിരുന്നില്ല. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി: സോനുവിൻ്റെ അച്ഛൻ്റെ ഘാതകൻ. ഘാതകൻ എന്ന് ഞാൻ പറയുന്നില്ല, സോനുവിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ വ്യക്തി. ആ വ്യക്തി സോനുവിൻ്റെ ഒപ്പം തന്നെയുണ്ട്. സോനു മാത്രമല്ല, നിമിഷയും ഞെട്ടി. എനിക്ക് മനസ്സിലായില്ല, സോനു പറഞ്ഞു. അത് മനസ്സിലാക്കി തരാൻ ഞാൻ ആളല്ല, ചന്ദ്രശേഖരുടെ മറുപടി. എനിക്ക് അത് മനസ്സിലായേ പറ്റൂ. സോനുവിൻ്റെ മുഖം മാറി. അത് മനസ്സിലാവാതെ നിമിഷയുമായുള്ള ബന്ധം തുടരാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങൾ തമ്മിലുള്ള വിവാഹ വാഗ്ദാനം പോലും എനിക്ക് തിരുത്തേണ്ടി വരും. സോനു തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു കഴിഞ്ഞു. അവൻ്റെ കാർ ഗേറ്റ് കടന്നു മറിഞ്ഞിട്ടും ചന്ദ്രശേഖർ അനങ്ങിയില്ല. ഡാഡി എന്ന നിമിഷയുടെ കരച്ചിലാണ് അയാളെ തട്ടി ഉണർത്തിയത്. അമ്പരപ്പല്ല, ആ മുഖത്ത് അപ്പോഴും പുഞ്ചിരിയായിരുന്നു. കഥ തുടരും.